നമസ്കാരം. ഈ കാണുന്നതാണ് നമ്മുടെ വാഹനം. ഇതിപ്പം വീഡിയോ ചെയ്യുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്, ഇന്ന് ഈ വാഹനം ടെസ്റ്റ് വർക്കിന് കയറ്റുകയാണ്. അപ്പോൾ ടെസ്റ്റ് വർക്കിന് കയറ്റുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചെയ്യുവാനായിട്ടുണ്ട്. ഇതിപ്പം 8 വർഷമായി ഈ വാഹനം ഇറങ്ങിയിട്ട്. അപ്പം ഫുള്ള് റീസ്റ്റോർ ചെയ്യുകയാണ്. ഫുള്ള് സീറ്റെല്ലാം അഴിച്ച് പ്ലാറ്റ്ഫോം മാറ്റൊക്കെ ഇളക്കി. ഇപ്പം മാറ്റൊക്കെ കമ്പനി മാറ്റാണ്, ഇതുവരെ ഒന്നും അഴിച്ചിട്ടൊന്നുമില്ല. അപ്പം മാറ്റൊക്കെ ഒന്ന് ഇളക്കി എല്ലാം അഴിച്ചൊന്ന് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട് ഈ ഡാഷ് പാനലെല്ലാം ഒന്ന് ഇളക്കണം. ഡാഷ് പാനലെല്ലാം ഒന്ന് ഇളക്കിയിട്ട് എവിടെയെങ്കിലും എലി കൂട് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. പിന്നെ സൈഡൊക്കെ ഒന്ന് നോക്കണം. ബോഡി പില്ലർ വരുന്നതിൻ്റെ പോർഷൻ അവിടെ ചെറിയ രീതിയിലുള്ളൊരു തുരുമ്പുണ്ട്. അപ്പം നമുക്ക് ആ വിരൽ ചൂണ്ടിക്കുന്ന പോർഷൻ നോക്കി അറിയാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി ഒന്ന് നോക്കണം. അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഇവിടെ പൊട്ടലുണ്ട്, ഫ്രണ്ട് ഗ്ലാസ്സിന് പൊട്ടലുണ്ട്. അപ്പോൾ ആ ഗ്ലാസ്സൊക്കെ, ആ പൊട്ടലൊക്കെ ഒന്ന് മാറ്റി പുതിയ ഗ്ലാസ്സൊക്കെ ഇടണം. പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഫുള്ള് റീസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാറ് കയറ്റണമെന്ന്. അപ്പം എന്തായാലും കുറച്ച് താമസിക്കും വാഹനം ഇറങ്ങാനായിട്ട്. കമ്പനി സീറ്റാണ്. ഇതുവരെയും സീറ്റ് കവറൊന്നും അടിച്ചിട്ടില്ല. ഒരു സീറ്റിന് പോലും ഒരു രീതിയിലുള്ള ഡാമേജും ഇല്ല. പിന്നെ ഞാനിരിക്കുന്ന സീറ്റ് മാത്രമാണ് കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. സൈഡ് കയറിപ്പോയിട്ടുണ്ട്. ഈ പോർഷൻ ഇരിക്കുന്ന സൈഡ്, കയറുന്ന സൈഡ് മാത്രമേ കയറിയിട്ടുള്ളൂ. അത് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും വാഹനം ടെസ്റ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. റീസ്റ്റോറേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്, എല്ലാം ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോകളിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത് ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നത്, പുറത്ത് വർക്ക്ഷോപ്പിലല്ല, ഷോറൂമിലാണ് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും ഇത് കേൾക്കുമ്പോൾ തോന്നാം എക്സ്പെൻസ് ഒരല്പം കൂടുതലായിരിക്കുമില്ലേ എന്ന് തോന്നാം. എക്സ്പെൻസ് കൂടുതലാവും, എന്നാലും ഷോറൂമിലായതുകൊണ്ട് അതിൻ്റേതായ ഒരു വൃത്തിയും ഉണ്ടായിരിക്കും പണി ചെയ്യുമ്പോൾ. നമുക്ക് അങ്ങോട്ട് പോകും തോറും ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോ ദിവസം കഴിയും തോറും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ കറക്റ്റ് നമുക്കറിയാം. പിന്നെ സീറ്റ് കവർ ചെയ്യണം, പുതിയതായിട്ട് സീറ്റ് കവർ ചെയ്യണം. ഈ ഹെഡ് റെസ്റ്റൊക്കെ വരുന്നതിൻ്റെ പോർഷനിലൊക്കെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാലൊക്കെ അറിയാൻ പറ്റും. ഈ കറുത്ത പുള്ളിയൊക്കെ വീണിട്ടുണ്ട്. അപ്പം എന്തായാലും സീറ്റ് കവറൊക്കെ ഇട്ടാലേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പം നമുക്ക് ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ